എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. നമ്മുടെ ശബരിമലയിൽ വൃശ്ചികം ആരംഭമായിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ സർക്കാർ 10 വർഷ കാലയളവിൽ ഭരിച്ച് ശബരിമല മറ്റുള്ള ക്ഷേത്രങ്ങൾ മുടിക്കുന്നു. പോലീസ് മേധാവികൾ പറയുന്നു ഇവിടെ ഫുൾ സുരക്ഷ, എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വൃശ്ചിക മാസം ആരംഭമായി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ തിരക്കും തിക്കിലും പെട്ട് മരണം വരെ സംഭവിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മുടെ ശബരിമല ദേവസ്വം ബോർഡ് നടത്തിപ്പുകാരുടെ പിടിപ്പുകേട് കൊണ്ടുണ്ടായിട്ടുള്ളത്. അത് ഓരോ ഭക്തന്മാരും അറിയണം. സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ സർക്കാർ നിയമ നടപടികളും സ്വീകരിക്കുന്നത്. എന്ത് വെച്ചാൽ ആ പൈസ അവരെ പോലെ കൊള്ളയടിക്കാൻ വേറെ ആർക്കും കഴിയില്ല. ദയവ് ചെയ്ത് പോകുന്ന നേരത്ത് ഉണ്ടകളിലോ അരവണകളിലോ മാക്സിമം നമ്മൾ കുറച്ചിടുക. 1 രൂപയിലെങ്കിലും കാണിക്കിടുക. അതിന് കൂടുതലിടരുത്. പാവപ്പെട്ട അനവധി ജനങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്, അല്ലെങ്കിൽ ഈ നാടുകളിലുണ്ട്. അവരെ നിങ്ങൾ സഹായിക്കൂ. ക്ഷേത്രത്തിൽ ഭഗവാന് സ്വർണമോ പൈസയോ ഒന്നും വേണ്ട. 1 രൂപയായി കാണിക്കയായിട്ട് അർപ്പിക്കും. ഈ 10 വർഷ കാലയളവിൽ ഇവരെന്താണ് ചെയ്തിട്ടുള്ളത്? എന്ത് വികസനമാണ് അവിടെ ചെയ്തിട്ടുള്ളത്? അതേപോലെ നമ്മുടെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? ഗുരുവായൂർ ക്ഷേത്രത്തിലെല്ലാം ഒരു ദിവസം 4 കോടി രൂപയാണ് നടവരുമാനം എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ 2 കോടി ചെലവ് കഴിഞ്ഞാലും ബാക്കി 2 കോടി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? മറ്റുള്ള മതസ്ഥരാണെങ്കിൽ കല്യാണം അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ചാരിറ്റികൾ തുടങ്ങി കല്യാണങ്ങളുണ്ട്, കുട്ടികളുടെ മതപഠനം, മറ്റുള്ള പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് വരുമാനം ഇല്ലാകില്ല, വരുമാനമുണ്ട്. അത് പലതും പല ആളുകളുടെയും പോക്കറ്റിലാണ് പോകുന്നത്. ദയവ് ചെയ്ത് ഇലക്ഷനാണ്, ചിന്തിച്ചോട്ട് ചെയ്യുക. അതുപോലെ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഓൺലൈൻ മാധ്യമങ്ങൾ സെർച്ച് ചെയ്യുക. അതിനുശേഷം മുൻകൈയെടുത്ത് പോകുക. കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ജാഗ്രത പാലിക്കുക.